ഹായ്, എല്ലാവർക്കും ജിനി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, പാല് 1 കപ്പ്, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 1 കപ്പ്. ഇവിടെ ഞാൻ 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി നമുക്ക് തണുത്ത പാലിലേക്ക് കോൺഫ്ലവർ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ചൂടാക്കാം. ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. പാല് ചെറുതായി കട്ടിയായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് നല്ലതായി മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് നല്ലതായി തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഇതിനെ മിക്സിയിൽ 1 മിനിറ്റ് നേരത്തേക്കിന് അടിച്ചെടുക്കാം. ഇത് ഞാൻ നല്ലതായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെയും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകൾ വശം നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് സീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് വരും. ഇതിനെയും ഫ്രീസറിൽ 8 മണിക്കൂർ നേരത്തേക്കിന് വെക്കണം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ജിനി വേൾഡ്.